യെസ് മക്കളെ, അപ്പൊ 31st January ഷിഫ്റ്റ് ടു സെക്കൻഡ് ക്വസ്റ്റ്യൻ. ലെറ്റ് എ ബി എന്നാണ് അല്ലെ. 3 4 B 3 4 അവിടെ C -6 -8 ആയിരിക്കും. ഡിനോട്ട് ഏതൊക്കെയാണ് നോക്കുക. സെൻട്രോയിഡ്, സർക്കം സെന്റർ ആൻഡ് ഓർത്തോ സെന്റർ ഓഫ് ദ ട്രയാങ്കിൾ എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ് പി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ആ ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ്, ദാറ്റ് ഡിസ്റ്റൻസ് ഈസ് മെഷേർഡ് പാരലൽ ടു ദ ലൈൻ എന്നും പറഞ്ഞിട്ടുണ്ട്. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിക്കോളൂ മക്കളെ. അപ്പൊ നമുക്ക് ഇവിടെ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാല്, എനി ട്രയാങ്കിൾ നമുക്കറിയുന്ന കാര്യം എന്താണ്, സെൻട്രോയിഡ് എന്ന് പറയുന്നത്, സെൻട്രോയിഡ് ഡിവൈഡ്സ് ഏതിനെയൊക്കെ, ഓർത്തോ സെന്റർ ആൻഡ് സർക്കം സെന്റർ ഇൻ ദ റേഷ്യോ. ആ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ, സെൻട്രോയിഡ് ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്തായിരിക്കുന്നതാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. 2:1 എന്ന് പറയുന്ന റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്ന നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഇനി നോക്കിക്കോളൂ, എ ബി എന്ന് പറയുന്നത് സെൻട്രോയിഡ് ആണ്. അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ബി സർക്കം സെന്റർ ആണ് 3 4. പിന്നെയോ ഓർത്തോ സെന്റർ ആണ് -6 -8. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ആ റേഷ്യോ വെച്ചിട്ട് സെക്ഷൻ ഫോമിൽ വെച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും, എ ബി കിട്ടൂലേ. അപ്പൊ നമുക്ക് ആദ്യം അതൊന്നും കൊണ്ട് കണ്ടുപിടിച്ച് നോക്കിയാലോ. M:n എന്ന് പറയുന്ന റേഷ്യോ ആണെന്നുണ്ടെങ്കിൽ അക്കോർഡിംഗ് ടു സെക്ഷൻ ഫോമുല MX2 എന്ന് പറഞ്ഞാൽ 2 × 3 6, NX1 എന്ന് പറഞ്ഞാൽ -6. അപ്പൊ പിന്നെ എന്തായാലും അത് 0 ആയി. M+n 3 ആണെങ്കിലും 0 ആയി. പിന്നെ y കോർഡിനേറ്റ് എന്ന് പറഞ്ഞിട്ട് 2 × 4 8, 1 × -8, അപ്പം 8 - 8. അപ്പൊ അതും എന്താണ്, 0 ആയി. അപ്പൊ നമുക്ക് മനസ്സിലായി സെൻട്രോയിഡ് എന്ന് പറയുന്നത് 0 0 ആണ്. അതായത് AB എന്ന് പറയുന്നതാണ് സെൻട്രോയിഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. A 0 B 0 ആയി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ P എന്ന് പറയുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ്സ് നമുക്ക് വൃത്തിയായിട്ട് കിട്ടി. 2A + 3B. അപ്പൊ A 0 ആകുമ്പോ P 3 5 വരും. ബിയും 0 ആണ്, എയും 0 ആണ്. അപ്പൊ നമുക്ക് എന്താക്കാം, നേരെ അതിലേക്ക് കടക്കാം. P എന്ന് പറയുന്ന പോയിന്റ് 3 5. ഇനി നമുക്ക് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം അല്ലെ. P എന്താക്കി എഴുതി മക്കളെ, 3 5 എന്ന് എഴുതി കഴിഞ്ഞ് 3 5. ഓക്കെ, ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ് ഫ്രം ദ ലൈൻ. ഏത് ലൈനാന്ന് നോക്കിയോ, 2x + 3y - 4 = 0. ദാറ്റ് ഡിസ്റ്റൻസ് മെഷേർഡ് പാരലൽ ടു ദ ലൈൻ. ഏത് ലൈനിന് പാരലൽ ആണ്, x - 2y - 1 = 0 എന്ന് പറയുന്ന ലൈനിന് എന്തായിരിക്കണം, പാരലൽ ആയിട്ടാണ് നമ്മൾ ആ ഡിസ്റ്റൻസ് കൺസിഡർ ചെയ്യേണ്ടത് അല്ലെ. ഈ ഡിസ്റ്റൻസ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതായത് PM എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആയിട്ടാണ് ഞാൻ ആ പോയിന്റ് M എന്ന് മാർക്ക് ചെയ്യുകയാണെങ്കിൽ ആ PM ആണ് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് PM ഈസ് പാരലൽ ടു ദ ലൈന് x - 2y - 1 = 0. ഓക്കെ, ഇനി അത് പാരലൽ ആയതുകൊണ്ട് x - 2y - 1 = 0 പാരലൽ ആയതുകൊണ്ട് സ്ലോപ്പ് ഈക്വൽ ആയിരിക്കും. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ടാൻ തീറ്റ ആണ് അല്ലെ. അപ്പൊ ഇതിന്റെ ടാൻ തീറ്റ എന്ന് പറയുന്നത് -a/b എന്ന് പറയുമ്പോൾ 1/2 വരും അല്ലെ, 1/2 വരും. അപ്പൊ ഇത് എന്തായിരിക്കും, ഇവിടെയും ടാൻ തീറ്റ എന്ന് പറയുന്നത് 1/2 ആണ്. സ്ലോപ്പ് ആർ ഈക്വൽ പാരലൽ 1/2, ടാൻ തീറ്റ 1/2 ആണ്. ഇനി P യിൽ നിന്ന് M-ലേക്കുള്ള ഡിസ്റ്റൻസ്. അപ്പൊ ആ P യിൽ നിന്ന് M-ലേക്കുള്ള ഡിസ്റ്റൻസ് ആ ലൈന്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ Pന്റെ കോർഡിനേറ്റ്സ് 3ഉം 5ഉം നമുക്കറിയാം. അപ്പൊ ആ ഡിസ്റ്റൻസിനെ നമുക്ക് എന്ത് ചെയ്യാം, H + R cos θ ആൻഡ് H + R cos θ പിന്നെയോ K + R sin θ എന്ന് പറയുന്ന സമയത്ത് R ആണല്ലോ ആ ഡിസ്റ്റൻസ്. അപ്പൊ അങ്ങനെ യൂസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്തെഴുതാത്, 3 + R cos θ അല്ല. അപ്പൊ M എന്ന് പറയുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ്സ് നമുക്ക് എഴുതാൻ പറ്റും. എങ്ങനെ, 3 + R cos θ. അതുപോലെ തന്നെ എന്തെഴുതാ, 5 + R sin θ എന്ന് എഴുതാം അല്ലെ.
എഴുതാലോ, ഉറപ്പല്ലേ? ഇനി നമുക്ക് ആലോചിച്ച് നോക്കിയാൽ മതി. 6 കിട്ടണം, കോസ് തീറ്റ കിട്ടണം, സൈൻ തീറ്റ കിട്ടണം. പക്ഷെ ഈ ടാൻ തീറ്റയിൽ നിന്ന് നമുക്ക് കോസ് തീറ്റയും സൈൻ തീറ്റയും കിട്ടും. ടാൻ തീറ്റ എന്ന് പറയുന്നത് 1/2 ആണെങ്കിൽ ഒരു ട്രയാങ്കിൾ ഇങ്ങനെ ജസ്റ്റ് വരച്ചു നോക്കിയാൽ മതി. അപ്പൊ ഇവിടെ ഓപ്പോസിറ്റ് 1, അഡ്ജസന്റ് 2, അക്കോർഡിംഗ് ടു പൈതഗോറസ് തിയറം √5 ഈസ് ഹൈപ്പോട്ടന്യൂസ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ സൈൻ തീറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. സൈൻ തീറ്റ ഈസ് 1/√5 ആൻഡ് കോസ് തീറ്റ ഈസ് 2/√5 എന്ന് കിട്ടും. ഓക്കെ അല്ലെ? അപ്പൊ എം നമുക്ക് മാറ്റി എഴുതാം. എന്താണ്? 3+ നോയിക്കോളൂ, എം എഴുതുന്നു നോയിക്കോളൂ. എം എങ്ങനെ എഴുതാ? ദാറ്റ് ഈസ് പി എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ 3,5 എന്നുണ്ട്. ദെൻ ഈ എം എന്ന് പറയുന്ന പോയിന്റ് ഏത് ലൈനിന്റെ മുകളിലാണ് എന്ന് നോക്കണം. എം ഈസ് ലൈസ് ഓൺ ദ ലൈൻ 2x + 3y - 4 = 0. സോ എം എന്ന് പറയുന്ന സമയത്ത് 3+ r cos theta is 2/√5 and sin theta 5+ r sin theta is 1/√5. ഓക്കെ, അപ്പൊ നമുക്കത് കിട്ടി. ഇനി നമുക്ക് അവിടെ 6 ഡിസ്റ്റൻസ്, 6 കണ്ടുപിടിക്കേണ്ടത് അല്ലെ? ആ പി എം എന്ന് പറയുമ്പം 6 ഡിസ്റ്റൻസ് 6 കണ്ടുപിടിക്കണമെങ്കിൽ എം ലൈസ് ഓൺ ദ ലൈൻ എന്ന് തന്നിട്ടുണ്ട്. ഏത് ലൈനില്? 2x + 3y - 4 = 0 എന്ന് പറഞ്ഞ ലൈനിന്റെ മുകളിലാണെന്ന് അറിയാം. സാറ്റിസ്ഫൈ ചെയ്യും പോയിന്റ്. യെസ്, ഇങ്ങോട്ടേക്ക് കൊടുക്കാൻ പോകുന്നു. 2 അല്ലെ, 2 × 3 + 2r/√5. ഓക്കെ ആണല്ലോ? 2x + 3 × 5 + r/√5. √5. പിന്നെന്താ വരുന്നത്? -4 = 0. ഓക്കെ, ഇനി അത് എന്ത് ചെയ്യുന്നു? നമ്മള് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വെച്ചാൽ 2 × 3 6 + 4r/√5 ഓപ്പൺ ദ ബ്രാക്കറ്റ് +15 + 3r/√5 = 4. -4 എടുത്ത് റൈറ്റിലേക്ക് ഇട്ടു. അപ്പൊ =4 എന്ന് നമുക്ക് എഴുതാം. അപ്പൊ 6 + 15 എന്ന് പറയുന്ന സമയത്ത് എന്തായി? 21 വരുന്ന സമയത്ത് 4r + 3r 7r 7r/√5. 21 റൈറ്റിലേക്ക് പോയി. 4 - 21 ഈസ് -17 എന്ന് വന്നു. അപ്പൊ നമുക്ക് അവിടുന്ന് ഞാൻ ഇപ്പുറത്തേക്ക് എഴുതുകയാണ്. r = what is r? r = -17√5/7 എന്ന് വന്നു. ഡിസ്റ്റൻസ് ഈസ് ഓൾവേസ് പോസിറ്റീവ്. അബ്സല്യൂട്ട് വാല്യൂ ഈസ് 17√5 എന്ത് വന്നു? 7 എന്ന് വന്നു. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമുക്ക് അതിന്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള വേറൊരു മെത്തേഡ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതേപോലെ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ 2x - 3y - 4 = 0 എന്ന് പറഞ്ഞ ലൈനിന്റെ മുകളിലാണ് ഏത് പോയിന്റ് ഉള്ളത്? എം എന്ന് പറയുന്ന പോയിന്റ് ഉള്ളത്. അപ്പൊ നമുക്ക് അവിടെ എഴുതാം 3y. ഈ ലൈനിൽ നിന്ന് നമുക്ക് കൊണ്ടുപോയിട്ട് എഴുതാം 3y എന്ന് പറയുന്നത് എന്താണ്? 4 - 2x ആണ്. അപ്പൊ y = 4 - 2x/3 ആണ്. അപ്പൊ നമുക്കറിയാം ഇവിടെ എക്സ് കോർഡിനേറ്റ് h ആണ് എന്നുണ്ടെങ്കിൽ, എക്സ് കോർഡിനേറ്റിന് നമ്മൾ എച്ചും എക്സ് കോർഡിനേറ്റ് HK എന്നെടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും k = 4 - 2h/ എന്തെഴുതാൻ പറ്റും? 3 എന്ന് എഴുതാൻ പറ്റും. അപ്പൊ എമ്മിന്റെ കോർഡിനേറ്റ് നമുക്ക് എങ്ങനെ എഴുതാം? h ആണ് എന്നുണ്ടെങ്കിൽ 4 - 2h/3 എന്ന് നമുക്ക് അടുത്ത കോർഡിനേറ്റ് എഴുതാൻ പറ്റും. എമ്മിന്റെ കോർഡിനേറ്റ് ഇങ്ങനെ എഴുതാൻ പറ്റും. ഇനി ഈ 2 പോയിന്റും വെച്ചിട്ട് നമുക്ക് ആ ലൈനിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ പറ്റും. ഡിഫറൻസ് ഇൻ y കോർഡിനേറ്റ് ബൈ ഡിഫറൻസ് ഇൻ x കോർഡിനേറ്റ്. ആ സ്ലോപ്പ് പാരലൽ ആയതുകൊണ്ട് ആ സ്ലോപ്പ് എന്തിന് ഈക്വൽ ആണ് മക്കളെ? 1/2 ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് അവിടുന്ന് എച്ചിന്റെ വാല്യൂ കിട്ടും. ആ എച്ചിന്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ എം എന്ന് പറയുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ്സ് നമുക്ക് കൃത്യമായിട്ട് എഴുതാൻ പറ്റും.
ഇനി പി എം അല്ലേ കണ്ടുപിടിക്കേണ്ടത്, അവിടെ ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്താൽ മതി. ആ ഒരു മെത്തേഡിൽ നമുക്കത് ചെയ്ത് കണ്ടുപിടിക്കാം. ഓക്കെ, സെറ്റാണല്ലോ മക്കളെ.